എല്ലായിടത്തും കൂട്ടിന് ഫ്ലക്സ് ബോർഡുകളാണ്. സിനിമാ നടികളെയും നടന്മാരെയും ഒന്നും സമൂഹത്തിന് വേണ്ട. വലിയ വലിയ പ്രഭാഷകന്മാരുടെ ഫ്ലക്സുകൾ മാത്രം ഞാൻ ആക്ഷേപിക്കുകയില്ല. ഒരുപാട് നേട്ടങ്ങളുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ കാലാന്തരങ്ങളെ കൊണ്ട് വഅദുകളും പ്രഭാഷണങ്ങളും ഒരു ആസ്വാദനം മാത്രമായി മാറി. ഇന്നഫിൽ ബയാനിലെ സിഗറ 2-3 മണിക്കൂറും വെടിക്കെട്ടുകളെ പോലെയുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോ നിങ്ങളുടെ ഹൃദയങ്ങളെല്ലാം കിടുകിടാ വിറച്ചു പോയേക്കാം. പക്ഷേ വെറും 3 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന 4 മണിക്കൂർ 2.5 മണിക്കൂറുള്ള പ്രസംഗം ഒരു വലിയ കൊടുങ്കാറ്റിനെ പോലെ ആർത്തിരണ്ടി അടിക്കുന്ന വലിയ ഒരു മഴയെ പോലെ അങ്ങ് പെയ്യുന്നു. എന്നാൽ പിന്നെ അതിനുശേഷം ഇത് കേട്ട ശ്രോതാക്കളുടെ മനസ്സാന്തരങ്ങൾ തഖ്വകളിലും അല്ലാഹുവിന്റെ ഭക്തിയിലുമായി കഴിഞ്ഞുകൂടുന്നില്ല എന്നത് ഏറ്റവും വലിയ ദുഃഖ സത്യമാണ്. ഞാൻ അതിന്റെ 100% അങ്ങനെയാണ് എന്നല്ല പറഞ്ഞത്. ഗാനമേള നടത്തി കടം കയറിയ ചെറുപ്പക്കാര് കേരളത്തിലെ പ്രഗത്ഭനായ പ്രഭാഷകന്റെ റൂമിൽ കയറിയിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഞങ്ങൾ ഗാനമേള നടത്തിയിട്ട് കുറെ കടം വന്നിട്ടുണ്ട്. ഒരു 2 ദിവസത്തെ ഉസ്താദിന് ഡേറ്റ് തന്നിട്ട് പ്രഭാഷണം നടത്തിയിട്ട് കടം ഒന്ന് തീർത്തു തരണം. ആധുനിക സമൂഹം അങ്ങനെയാണ്. എത്രയോ സ്ഥലങ്ങളിൽ വാഴ പരിപാടി സംഘടിപ്പിക്കുന്ന പള്ളി കമ്മിറ്റിയല്ല, 10-15 ചെറുപ്പക്കാരെ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കും. എന്നിട്ട് വാഴ പരിപാടി സംഘടിപ്പിക്കും. ലക്ഷക്കണക്കിന് രൂപകൾ പിരിക്കും. ആ പണം ചെലവഴിക്കുന്ന വിഷയത്തിൽ അവരുടെ ഇടയിൽ തർക്കമുണ്ടാകുന്നു. അങ്ങനെ പോലീസ് വന്ന് ലാത്തി ചാർജ് പോലും നടത്തിയത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിൽ അനുഭവമുണ്ട്. എന്താ വിഷയം? മതപ്രഭാഷണം നടത്തി പിരിഞ്ഞു കിട്ടിയ സംഖ്യ അത് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് തല്ലുണ്ടാകുന്നു. ഞാൻ പറഞ്ഞതെന്നറിയണോ, ഒരുപാട് വലിയ നന്മ വശങ്ങളുണ്ട്. കാരണം മ്യൂസിക്കിന്റെയും ഗാനമേളയുടെയും വേണ്ടാത്തരങ്ങളുടെയും പിന്നിൽ മാത്രം പോയിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളെ വഅദിന്റെയും ദീനിന്റെ സദസ്സുകളിലേക്കും അടുപ്പിക്കാൻ കഴിയുന്നു എന്നത് ഏറ്റവും വലിയ സത്യം തന്നെയാണ്. എന്നാലും ഞാൻ പറയുന്നു, ആധുനിക യുവതക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയോ? നന്മയും തിന്മയും ഒരേപോലെ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ്. അതാണ് നന്മയും തിന്മയും ഒരേപോലെ ഒരുമിച്ച് കൂടി. പഴയ കാലത്ത് പള്ളിയിൽ പോകുന്നവർ സിനിമക്ക് പോകൂല, പള്ളിയിൽ പോകുന്നവർ സലാത്തിന് പോകുന്നവർ, ദിക്റിന് പോകുന്നവർ, വഅദിന് പോകുന്നവർ ഗാനമേളക്ക് പോകൂല. ഇന്നങ്ങനെയല്ലല്ലോ. വഅദിന് പോകുന്നവരും ജുമുഅക്ക് പ്രഭാഷണം കേൾക്കാൻ പോകുന്നവരും ഗാനമേളക്കും മ്യൂസിക് പരേഡുകൾക്ക് മുൻപന്തിയിൽ അവർ തന്നെ ഉണ്ടാകും. മാത്രവുമല്ല, അതുപോലെ തന്നെ ഉറൂസുകൾക്കും ഖബർ സിയാറത്തിനും ദിക്ർ ഹൽഖകൾക്കും പർദ്ദയിട്ട് പോകുന്ന മുസ്ലിം പെണ്ണുങ്ങൾ ഒരു ഗാനമേളയോ സർക്കസോ ഉണ്ടാകുമ്പോ പർദ്ദ മാറ്റി വെച്ചുകൊണ്ട് അതേ പെണ്ണുങ്ങൾ അങ്ങോട്ടും പോകും. എന്നിട്ട് ഒരു ന്യായീകരണം ഉണ്ടാകും. വേണ്ടാത്ത സദസ്സുകളിലേക്കൊക്കെ പോകുമ്പോ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ദിക്റിന്റെയും ഇൽമിന്റെയും മജ്‌ലിസിലേക്കൊക്കെ പോയിട്ട് ആ ദോഷങ്ങളൊക്കെ അങ്ങ് പുറത്തു കിട്ടുമല്ലോ. ഇങ്ങനെ വൃത്തികെട്ട ഒരു മനസ്സിന്റെ ഉടമകളായി ആധുനിക സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭൗതികതയും ആത്മീയതയും ഒരുമിച്ച ഒരു പ്രത്യേക ഒരു വിചിത്ര സമൂഹമായി ഇന്ന് ഞാൻ നിങ്ങളോട് മാറി. സത്യമാണ്. എത്രയോ ചെറുപ്പക്കാർ എന്റെ മുമ്പിലുണ്ടല്ലോ. എന്റെ ചെറുപ്പക്കാർ ചിന്തിക്കണം. പല ചെറുപ്പക്കാരുടെയും മൊബൈൽ ഫോണുകളിൽ 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നരകത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും ലോകാവസാനത്തെ കുറിച്ചും മഹശയെ കുറിച്ചും പറയുന്ന വഅദുകളുണ്ടാകും. 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉസ്താദുമാരുടെ എത്രയോ പ്രഭാഷണങ്ങൾ മൊബൈലിൽ ഉണ്ടാകും. അതേ മൊബൈലിൽ തന്നെ, അതേ മെമ്മറി കാർഡിൽ തന്നെ വളരെ വൃത്തികെട്ട ആഭാസങ്ങൾ നിറഞ്ഞ ലൈംഗികമായ, വളരെ വൃത്തിഹീനമായ, അശ്ലീലമായ വീഡിയോസ് ഉണ്ടാകും. നഗ്ന നൃത്തങ്ങൾ ഉണ്ടാകും. സിനിമാ നടികളുടെയും നടന്മാരുടെയും ഡാൻസുകളും പാട്ടുകളും ഉണ്ടാകും. വഅദും ഉണ്ടാകും. രണ്ടും ഉണ്ട്. വിശുദ്ധമായ ഖുർആൻ മുഴുവൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് മുഴുവൻ ഉണ്ടാകും. അതോടുകൂടെ വേണ്ടാത്തരങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ നന്മയും തിന്മയും ഒരേപോലെ കൊണ്ടുപോകുന്ന വിചിത്ര സമൂഹമായി ആധുനിക സമൂഹം മാറുമ്പോ ബുർദകളും വഅദുകളും കേവലം ആസ്വാദനങ്ങളായി മാറുമ്പോ ഞാൻ പറയട്ടെ, എന്റെ ദുഃഖം ഞാൻ പറയുന്നു. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇഹ്സാനാണ്. ഏതൊരു അമൽ ചെയ്യുമ്പോഴും നമ്മളെല്ലാം അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും വലിയ ഭക്തി, ഏറ്റവും വലിയ ഇഹ്സാൻ, അതാണ് ഔലിയാക്കന്മാരെ സമ്മാനിച്ചത്. മമ്പറത്ത് പോയി നോക്കൂ, മടവൂര് പോയി നോക്കൂ. വലിയ വലിയ ആഡംബര കാറുകൾ മുതലാളിമാർ സിയാറത്തിന് വരുന്നത് കാരണം പെണ്ണുങ്ങൾ ചിലപ്പോൾ തലമറച്ചിട്ടുണ്ടാകൂല. അല്ലെങ്കിൽ തയ്ച്ചിട്ട് ഡ്രസ്സായിരിക്കും. എന്താ വേണ്ടത്? മകളെ കല്യാണം നടക്കണം. ആരോട്? ഒരു കോടീശ്വരനായ ഭർത്താവിനെ കിട്ടണം. അതിനുവേണ്ടിയ മക്കബറയ്ക്ക് വരുന്നത്. ഗൾഫിലെ സൂപ്പർ മാർക്കറ്റുകളിലെ വിജയം കിട്ടണം. അതിനുവേണ്ടി മക്കബറയ്ക്ക് വരുന്നത്.
ഞാൻ പറയട്ടെ, വരണ്ട എന്നല്ല പറയുന്നത്. ആഖിറം രക്ഷപ്പെടാനും ഈമാൻ സലാമത്താകാനും ഒക്കെയുള്ള മാർഗം നമുക്ക് വേണ്ട. പഴയ കാലത്ത് മതപ്രഭാഷണങ്ങൾക്ക് ദുആ ചെയ്യാൻ ലിസ്റ്റ് ഉണ്ടാകും. ഉസ്താദ് ഈമാൻ സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യാൻ 101 രൂപ, ഈമാൻ സലാമത്താകാൻ ദുആ ചെയ്യാൻ 313 രൂപ, ഖബർ വെളിച്ചമാകാൻ ദുആ ചെയ്യാൻ 500 രൂപ, 1000 രൂപ. ഇന്ന് അങ്ങനത്തെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു ലിസ്റ്റ് കിട്ടുന്നില്ല. ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാലും ഇത്തരം വഅദിന്റെ സദസ്സുകളിൽ നിന്നൊക്കെ തഖ്വയും ഭക്തിയും ഉൾക്കൊണ്ട് നമുക്കൊരു മാറ്റം വരണം. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അവരിവിടെ മാറ്റം വരുത്തി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഇസ്ലാമിനെ, ഈ ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് തന്നെ ഔലിയാക്കളിലൂടെയാണ്. സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട. ഈ ലോകത്ത് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് തസവ്വുഫിന്റെ മാർഗത്തിലൂടെ മാത്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ അഭിമാനകരമായ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വമുള്ളത് നമ്മുടെ കേരളത്തിലാണ്. സൗദി അറേബ്യയിലുണ്ടോ? മക്കയും മദീനയുമുള്ള കഅബ ശരീഫും മുസഫായും മർബയും റൗള ശരീഫുമുള്ള ബദർ ഉഹുദുമുള്ള സാക്ഷാൽ സൗദി അറേബ്യയിൽ പോലും നമ്മുടെ കേരളക്കരയിൽ കാണുന്ന ഭക്തിയും ഇസ്ലാമിക ധാർമ്മിക ബോധവും കാണാൻ കഴിയില്ല എന്നത് ഏറ്റവും വലിയ ആണയിട്ട് പറയാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. കഅബ എവിടെ ഉണ്ടെങ്കിലും റൗള ഉണ്ടെവിടെയെങ്കിലും ഇതുപോലെ മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാൻ ഇവിടെ സാധിക്കുമോ? ഇല്ല. ഇതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം സമുദായം ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച ആളുകളാണ് കേരളീയ മുസ്ലിമീങ്ങൾ. എന്തേ കാരണം? അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സംശയമില്ല. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇസ്ലാം കടന്നു വന്നത് നമ്മുടെ കേരളത്തിലാണ്. അള്ളാഹുവിന്റെ ഖൈർ എന്നത് ലോപിച്ചുകൊണ്ട് ഖൈറുള്ള അങ്ങനെയാണ് കേരളം എന്ന് ആയത് എന്ന് പോലും പറഞ്ഞ ചരിത്രകാരന്മാരുണ്ട്. എന്താ കാരണം എന്നറിയണോ? ഈ കേരളത്തിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത പണ്ഡിതന്മാരായ ഔലിയാക്കളന്മാരാ. മഖ്ദൂമി പാരമ്പര്യമുള്ള മഖ്ദൂമമാരും ഉമർ ഖാദിയും സൈനുദ്ദീൻ മഖ്ദൂമമാരും അതുപോലെ തന്നെയുള്ള ബാപ്പക്കി സയ്യിദന്മാരും അതുപോലെ തന്നെയുള്ള ശിഹാബ് തങ്ങന്മാരും അതുപോലെ കേരളത്തിൽ മുഴുവനും ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത് മമ്പറം തങ്ങളെ പോലെ ഉമർ ഖാദിയെ പോലെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കളായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രബോധനം കൊണ്ട് എത്ര ആൾ മുസ്ലിമായി. ഇന്നിവിടെ സ്നേഹ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ന് പ്രബോധന മാസികകളും ഇതുപോലെയുള്ള ലേഖനങ്ങളും ഇന്ന് ഓൺലൈൻ ക്ലാസുകളും അതുപോലെ തന്നെ പൈലക്സ് ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ട വർത്തമാന ലോകത്ത് ഏറ്റവും വലിയ വിവര സാങ്കേതിക വിദ്യകളുടെ അതിനൂതനമായ പരിപ്രേക്ഷ്യങ്ങൾ, അതിനൂതനമായ മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും പഴയ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പോലെ കടന്നു വരുന്നുണ്ടോ? ഉണ്ടാകും. പോയി നോക്കൂ, പൊന്നാനിയിലും കോഴിക്കോടൊക്കെ. കാരണം കാമുകി ഹിന്ദുവാൻ, കാമുകി മുസ്ലിമാൻ, അപ്പോ കെട്ടാൻ ഇസ്ലാമിക്ക് വരണം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കാമുകി മുസ്ലിമാൻ, അവനെ കെട്ടാൻ ഇസ്ലാമിക്ക് വരണം. അല്ലാതെ സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ അവരുടെ ജീവിതം കൊണ്ട് പ്രബോധനം ചെയ്തു. അജ്മീർ അന്തവിശ്രമം കൊള്ളുന്ന അശ്ശൈഖ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീർ, ആ മഹാനുഭാവന്റെ ഇസ്ലാമിക പ്രബോധനങ്ങളെ കൊണ്ട് 90 लाख മുസൽമാൻ ബൻ ഗയെ. 90 ലക്ഷം ആളുകൾ മുസ്ലിമീങ്ങളായി. 9 അല്ല, 90 അല്ല, 900 അല്ല, 9000 അല്ല, 9 ലക്ഷമല്ല, 90 ലക്ഷം ആളുകൾ മുസ്ലിമായി. ഇതാ റബീഉൽ അവൽ തീരാൻ പോകുന്നു. 2 ദിവസം കഴിഞ്ഞാൽ റബീഉൽ ആഖിർ നമ്മിലേക്ക് കടന്നു വന്നു. ഈ റബീഉൽ ആഖിർ ലോക മുസ്ലിമീങ്ങൾ അനുസ്മരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖിനെയാണല്ലോ. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പ്രബോധനം ചെയ്തത് മൈക്ക് കെട്ടി പ്രഭാഷണം നടത്തിയിട്ടല്ലായിരുന്നു, അവരുടെ ശുദ്ധയുള്ള ജീവിതം കൊണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ മടങ്ങണം, അതിലേക്ക് നീങ്ങണം. ഇന്നെന്തേ കാരണം? ഇന്ന് ആത്മീയത നഷ്ടപ്പെടുന്നു പറയാൻ കാരണം എന്താ? ഹൃദയം കടുത്തുപോയി. പ്രഭാഷണത്തിന് കുറവില്ല. കടന്നിട്ട് വായന കേൾക്കാം അല്ലേ? ഇയർഫോൺ വെച്ചാൽ കടന്നിട്ടും കാറിലും ട്രെയിനിലും വണ്ടിയിലും ഉറങ്ങുമ്പോഴും കക്കൂസുക്ക് പോകുമ്പോഴൊക്കെ വയറ. ഏത് സമയത്തും വായന കേൾക്കാൻ പറ്റിയ സൗകര്യങ്ങളുടെ ലോകമാണ് ഇന്നത്തെ ലോകം സഹോദര. സംശയമില്ല. നെറ്റ് എടുത്താൽ 2G 3G എടുത്താൽ യൂട്യൂബിൽ കയറി ഏത് പ്രഭാഷണങ്ങളും ഏത് ശൈലിയിലും ശ്രമിക്കാം. എന്നിട്ട് പോലും ഈ സമൂഹത്തിനെ പറ്റിയെന്താ വൃത്തികേടുകൾ നമ്മുടെ ഉമ്മത്തിന് അധികരിക്കുന്നില്ലേ? സീനത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം പെണ്ണ് ബൈജു എന്ന് പറയുന്ന കാമുകനുമായി പ്രേമിച്ച് സ്വന്തം ഭർത്താവുണ്ട്. ഈ പെണ്ണിനും മക്കൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പാവപ്പെട്ട ഭർത്താവ് മണൽ ഭൂമിയിൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ പാരമ്പര്യം മുതുക് പണഞ്ഞുകൊണ്ട് ഗൾഫ് നാട്ടിൽ കഷ്ടപ്പെടുമ്പോ ആ
ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ബൈജു എന്ന് പറയുന്ന ഹൈന്ദവ കാമുകനുമായി പ്രേമിച്ച് പ്രണയിച്ചുകൊണ്ട് ആ ബൈജു വേറെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മനം നൊന്ത് സ്വന്തം 2 പിഞ്ചു പൈതങ്ങളെ കഴുത്തിൽ ഷാല് മുറുക്കി കൊന്നു കളഞ്ഞത് സീനത്ത് എന്ന മുസ്ലിം പെണ്ണായിരുന്നു. അത് ആ വാർത്ത കേട്ട് കേരളം ഞെട്ടിയിട്ടുള്ളൂ. ആ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് മലപ്പുറം ജില്ലയിൽ വേറൊരു പെമ്പറന്നോൾ വേറൊരു മുസ്ലിം പെണ്ണ് ചെയ്തതെന്താ, തന്റെ 2 കുട്ടികളെ മദ്രസയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഖുർആൻ പിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് ഓതാൻ കുട്ടികളെ കൊണ്ടുപോകുമ്പോ കിണറ്റിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് കൊന്നുകളഞ്ഞു. അതും എന്തിന്റെ പേരിലായിരുന്നു? എന്തേ നമ്മുടെ സമൂഹത്തിനെ പറ്റിയിരിക്കുന്നത്? അവിടെ ഈ വിഷയങ്ങളാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത്. പഴയ കാലത്തൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഹൃദയം കടുത്തുപോയി. ഹൃദയം കടുത്തുപോയി എന്ന് പറഞ്ഞാൽ പറ്റങ്ങ് കടുത്തുപോയി. എന്താ കടുക്കാനുള്ള കാരണം? ഹൃദയം കടുത്തു പോകാനുള്ള കാരണം ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار. നിങ്ങളെ ഹൃദയങ്ങൾ കടുത്തുപോയോ? നിങ്ങളെ ഹൃദയങ്ങൾ പരുത്തുപോയോ? നിങ്ങളെ ഹൃദയങ്ങൾ കടുകട്ടിയുള്ളതായി പോയോ? പഴയ കാലത്തൊരു മരണം കണ്ടാൽ മരണപ്പെട്ടൊരു മയ്യത്തിനെ കൊണ്ടുപോകുന്നത് ജനങ്ങൾ കണ്ടാൽ ദിവസങ്ങളോളം പേടിയും ഭയവും ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗം കാണുമ്പോ വീടുകളിൽ സിറ്റൗട്ടുകളിലേക്ക് ഇറങ്ങിയിട്ട് ജനൽ വാതിലുകളിലൂടെ ആ മയ്യത്ത് കൊണ്ടുപോകുന്നത് നോക്കിയട്ടോ കണ്ണീരോടെ അടക്കം പറഞ്ഞിരുന്ന ഉമ്മപെങ്ങന്മാർ ദിവസങ്ങളോടെ പിന്നെ ചിന്തയും പേടിയുമായിരുന്നു. എങ്കിൽ നിന്ന് എത്ര മരണം കണ്ടാലും ഖബറിസ്ഥാനിൽ ആ മയ്യത്തിൽ അടക്കം ചെയ്യാലും എന്നാലും ആ ചിന്ത മനസ്സിൽ നിലനിൽക്കുന്നില്ല. എത്ര മരണം കാണുന്നു എന്നാലും ഇതുപോലെ ഞാനും ചുമക്കപ്പെടാനുള്ളതാണല്ലോ, ഇതുപോലെ എന്റെ മയ്യത്തും ഖബറിലേക്ക് താഴ്ത്തപ്പെടാനുള്ളതാണല്ലോ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്നില്ലാതെയാവുകയാണ്. മയ്യത്തിന്റെ വീട്ടിലും തമാശ പറയുന്നു, മരണ വീട്ടിലും ചിരിയും കളിയും തമാശകളുമാണ്. മയ്യത്ത് മറവ് ചെയ്യുമ്പോ അവിടെ പോലും ഇന്ന് മനുഷ്യന്റെ ഭൗതിക താല്പര്യങ്ങളാണ്. ഖുർആൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾ അത്രയും കടുത്തുപോയോ? ഖുർആൻ പറയുന്നു, കല്ല് പോലെ കടുത്തുപോയതാ നിങ്ങളുടെ ഹൃദയം. വലിയ കരിമ്പാറകൾ പോലെ, വലിയ വലിയ കരിമ്പാറ പോലെ, പാറക്കല്ല് പോലെ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയോ? പിന്നെ ഖുർആൻ പറയുന്നു, കല്ലിനേക്കാളും പരുപരുത്തതാണ്, വലിയ കരിമ്പാറയേക്കാളും കടുകടുത്തതാ നിങ്ങളുടെ ഹൃദയം. കാരണം വലിയ കരിമ്പാറകൾക്കുള്ളിൽ നിന്ന് നീരുറവകൾ വരുന്നു. വലിയ കരിമ്പാറകൾക്കുള്ളിൽ നിന്ന് പാറകൾക്കുള്ളിൽ നിന്ന് നീരുറവ വരുന്നു, അരുവി ഒഴുകി വരുന്നു. എന്നാൽ പാറകൾ പോലും നീരുറവകൾ നൽകുമ്പോ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ദയയും കാരുണ്യവും നൽകുന്നില്ലല്ലോ. ഇവിടെ കോഴിക്കോട് അതിഥി എന്ന് പറയുന്ന 4 വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞിനെ പീഡിപ്പിച്ച് പട്ടിണിക്കിട്ട് കൊന്നത് രണ്ടാനമ്മയല്ലേ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോ ഈ അതിഥി എന്ന് പറയുന്ന വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു പൈതല് 2 ആഴ്ചയായി ആ പിഞ്ചു കുഞ്ഞിന്റെ വയറ്റിലുള്ളത് ഒരു കഷ്ണം മാമ്പഴം മാത്രമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോ 2 ആഴ്ചയായ പിഞ്ചുവാലിയെ വയറ്റിലുള്ളത് വെറും ഒരു മാമ്പഴ കഷ്ണമാണ്. എങ്കിൽ ഈ രണ്ടാനമ്മ മുസ്ലിം പെണ്ണായിരുന്നല്ലോ. ഇതുപോലെ തന്നെ അക്സ എന്ന് പറയുന്ന പാവപ്പെട്ട പിഞ്ചോമന പെണ്ണ്
പൂമ്പാറ്റയെ പോലെ പൂത്തുമ്പിയോടും അതുപോലെ കിളികളോടും കിന്നാരം പറയേണ്ട ആ പൂമ്പാറ്റയെ പോലെ നടക്കേണ്ട പാവപ്പെട്ട അക്സ എന്ന പെൺകുട്ടിയെ ക്രൂരന്മാരായ 24 പേർക്ക് കാഴ്ചവെച്ചത് സ്വന്തം രണ്ടാനമ്മയില്ലയോ? സംരക്ഷണം കൊടുക്കേണ്ട രണ്ടാനമ്മയില്ലയോ? അത് മുസ്ലിം പെണ്ണാണ്. എന്താ പറ്റിയത്? ഹൃദയം കടുത്തുപോയി അല്ലേ? നിങ്ങൾ ചിന്തിക്കാൻ വിടുക്കയില്ലേ? സുബ്ഹാനല്ലാഹ്, ശഫീഖ് എന്ന കുഞ്ഞിന്റെ കഥ പറയുന്നതും അത് തന്നെയാണ്. ഖുർആൻ പറയുന്നു, വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കല്ലുകളിൽ നിന്ന് പോലും നീരുറവകൾ വരാറുണ്ട്, ഉറവകൾ വരാറുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖ്, ചില കല്ലുകൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പൊട്ടാറുണ്ട്. ചില കല്ലുകൾ പൊട്ടുന്നത് അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാണ്. ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നു. വഇന്ന മിൻഹാ ലമാ യഹ്ബതു മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്ന് വലിയ വലിയ കല്ലുകൾ, പാറകൾ ഉതിർന്നു വീഴാറ് പോലുമുണ്ട്. ഈ പാറക്കല്ലിനേക്കാളും വെല്ലുന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയോ? എന്താ ഹൃദയം കടുക്കാൻ കാരണം? വിലങ്ങൾ പറഞ്ഞു, ينبت النفاق في القلب كما ينبت المطر البقلا, ആകാശത്തിൽ നിന്ന് മഴ വീണാൽ, മഴവെള്ളം ഭൂമിയിൽ തട്ടിയാൽ ഭൂമിയിൽ ഇങ്ങനെ പുല്ല് മുളക്കുന്നത് പോലെ സംഗീതം നിങ്ങളെ ചെവിയിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഒളിക്കുന്നു പോകുന്നതാണോ? ഈമാനങ്ങ് പതപറന്നു പോയി ഈമാൻ പൂർണ്ണമായി പറ്റിപ്പോകുന്നതാണോ? എന്നിട്ട് കാപട്യം മുഴുവൻ ഹൃദയത്തിൽ നിറഞ്ഞു പോകുന്നതാണോ? സംഗീതം എന്ന് പറയുന്നത് മുളപ്പിക്കുന്നതാണോ? ഉണങ്ങിയ ഭൂമിയാണെങ്കിലും മഴവെള്ളം വീണാൽ ഭൂമിയിൽ ഇങ്ങനെ പുല്ല് മുളക്കുന്ന പോലെ, ഹൃദയത്തിൽ പുല്ല് മുളക്കുന്ന പോലെ കാപ്പട്ടം ഉയർന്നു വന്നത്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും 24 മണിക്കൂറും ചെവിയിൽ ഇയർഫോൺ അമർത്തി പിടിച്ചുകൊണ്ട് സംഗീതം ആസ്വദിക്കലുകളാണ്. മുഴുവൻ സംഗീതങ്ങള് ഒന്നുമില്ല. പിന്നെ എങ്ങനെ പ്രിയപ്പോ എത്ര വേണ്ടാലോ ആ സംഗീതം ആസ്വദിക്കുന്ന ലാഘവത്തോടെ തന്നെ വയലു ആസ്വദിക്കും. നല്ല ശൈലിയുണ്ട്, വയലു ആസ്വദിക്കും. ഇങ്ങനെ വെറും ആസ്വാദനം മാത്രമായി മാറുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞൊരു ആയത്താണ് ഞാൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ ഫലൗലാ ഇദ ജാഅഹും ബഅസുനാ തദറഊ വലാകിൻ കസത് ഖുലൂബുഹും വസയ്യന ലഹും الشيطان ما كانوا يعملون. നിങ്ങൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും തന്നെ പിശാച് നിങ്ങൾക്ക് നല്ല സംഗതിയായി കാണിച്ചു തരുന്നതാണ്. ജെസിബിയുടെ കൊട്ടയിൽ മണവാട്ടിയും മണവാളനും കയറിപ്പോയത് ഈ ഉമ്മത്തിൽ നിന്നല്ലയോ? ഈ പരിസരങ്ങളിലുള്ള വിഷയങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതൊരു ഹാജിയാരുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട്, സമ്പത്തിന്റെ ആധിക്യം കൊണ്ട്, ദൂർത്തടിച്ചുകൊണ്ട്, ആഡംബരങ്ങളെ കൊണ്ട് റബ്ബിനെ മതിമറന്നാൽ ലൈലത്തുൽ ഖദ്റിനെ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ മഹാന്മാരെ ദർഗകളിൽ ചെന്ന് കമീന് കടന്നിട്ട് കാര്യമില്ല. സമ്പത്ത് മുഴുവനും അല്ലാഹു വെറുക്കുന്ന രൂപത്തിൽ ചെലവഴിക്കുമ്പോ എന്റെ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന, എന്റെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന, ഞങ്ങൾ അഭിമന്യ ഗുരുവായിരുന്ന CH ഐദറൂസ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വന്തം മകളെ കല്യാണം നടക്കുമ്പോ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തന്റെ മകളെ കല്യാണം നടക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നമസ്കരിക്കുവാനുള്ള നിസ്കാര പന്തലൊരുക്കുന്നു. എന്നിട്ട് എഴുതി വെക്കുന്നു സ്ത്രീകൾക്കുള്ള നമസ്കാര പന്തല്. അകലെ നാടുകളിൽ നിന്നും അകന്ന കുടുംബങ്ങളിൽ നിന്ന് കല്യാണം
കല്യാണത്തിന് വന്നാൽ ഒരു പെണ്ണിന്റെയും നിസ്കാരം കളാകാൻ പാടില്ല എന്ന് കരുതിയിട്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള ഇടം തന്നെ ഏർപ്പാട് ചെയ്യുന്നു. ഇന്ന് വലിയ ആഡിറ്റോറിയങ്ങൾ സമ്പന്ന മുസ്ലിം സമൂഹം കല്യാണം നടത്തുമ്പോ വീടുകളിൽ തന്നെ ഏക്കറക്കണക്കിന് പന്തലിട്ട് കല്യാണം നടത്തുമ്പോ മ്യൂസിക് പരേഡുകൾക്ക് 10,000-ങ്ങളാ, ഗാനമേളകൾക്ക് ലക്ഷങ്ങളാ. വെജിറ്റബിളിന് വേറെ കോർണറുണ്ട്, അതുപോലെ മ്യൂസിക്കിന് വേറെ കോർണറുണ്ട്, വണ്ടി പാർക്കിങ്ങിന് വേറെ ഏരിയയുണ്ട്. പക്ഷേ പകലിലാവട്ടെ രാത്രിയാവട്ടെ നിസ്കാരം നിർവഹിക്കാം. നിസ്കാര കുപ്പായവും അതുപോലെ മുഖമക്കനെയും ഒക്കെ വെച്ചിട്ട് ഒരു 10-20 നിസ്കാര കുപ്പായ മുഖമക്കനെ വെച്ചുകൊണ്ട് നിസ്കരിക്കാനുള്ള അറയും ഒരുക്കുന്നില്ല. മഗ്‌രിബിന്റെ മുമ്പ് വന്ന പെണ്ണുങ്ങളോ ഇശാന് ശേഷമാണ് പോകുന്നതെങ്കിലോ എത്ര പേർക്ക് നിസ്കാരമുണ്ട്? അല്ലാഹുവിന്റെ നബി തങ്ങളുടെ സുന്നത്ത് മുഴുവനും വലിച്ചെറിയപ്പെടുമ്പോ ഇവിടെയാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത്. എല്ലാം സഹിച്ചാൽ നമുക്ക് ഭംഗിയാക്കി തന്നു. അല്ലാഹുവിനെ മതി മറന്നു പടച്ചപ്പെടുന്നൊന്നും ചെയ്യൂല. ഇത് പരീക്ഷ ഹാളാണ്. പരീക്ഷ എഴുതുന്ന കുട്ടികൾ SSLC എക്സാം ആവട്ടെ, പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി തന്റെ ആൻസർ പേപ്പറിൽ എന്ത് പൊട്ടത്ര എഴുതിയാലും അധ്യാപകൻ അവിടെ വെച്ച് പിടികൂടൂല. പരീക്ഷ ഹാളിൽ വെച്ച് പിടികൂടല. പരീക്ഷ എഴുതിക്കോ പച്ച തെറ്റ് പൊട്ട തെറ്റ് എഴുതിയാലും ഇപ്പൊ പിടികൂടല. ശേഷം ദിവസം വരാനുണ്ട്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الدنيا ولي فريشان فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين. الله പറയാ സമ്പത്ത് കൊടുത്ത് പരീക്ഷിക്കും. ഈ പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുന്നവരാ നമ്മൾ. സുഹൃത്തെ ചിന്തിക്കണം. ഒന്നും വേണ്ട, ഒരു മനുഷ്യന് എത്ര ഉയർച്ചയിലെത്തിയാലും കുറച്ചു കൊല്ലം കഴിഞ്ഞാൽ ഒന്നുമല്ലാതെ കുഴിച്ചിട്ട സ്ഥലമിൽ കാലുകൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ, ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി കബർ നിറഞ്ഞതത്ഭുതമല്ലേ. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ, ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി കബർ നിറഞ്ഞതത്ഭുതമല്ലേ. അങ്ങോട്ടാണ് നമ്മളെ മടക്കമെന്ന് ചിന്തിക്കുന്നില്ല. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. എന്തൊരു വാക്കാണ് അല്ലാഹു പറയുന്നത്! വല്ലാത്ത ഗൗരവത്തിലുള്ള ചിന്തോദീപകമായ വർത്തമാനമാണ് പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നത്. അല്ലാഹുവിന്റെ ഈ സമൂഹം പൂർണ്ണമായും മറന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ താക്കീതുകളെ ഈ സമൂഹം കാറ്റിൽ പറത്തി കഴിഞ്ഞാൽ പിന്നെ റബ്ബ് എന്താ ചെയ്യുകയെന്നറിയണോ? ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ശൈ. എല്ലാ സുഖങ്ങളുടെ, ആനന്ദങ്ങളുടെ, പരമാനന്ദങ്ങളുടെ, ആർഭാടങ്ങളുടെ, എല്ലാ സൗകര്യങ്ങളുടെ എല്ലാ കവാടങ്ങളും നിങ്ങൾക്ക് മേൽ തുറന്നു തരുന്നതാ എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. വല്ലാത്ത വാക്കല്ലേ ഇത്! റബ്ബിനെ നിങ്ങൾ പൂർണ്ണമായി മറന്നു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തു തരുമെന്ന്. അത് റബ്ബിന്റെ പരീക്ഷണമാണ്. ശരിയാണല്ലോ.
മാത്രമല്ല, ഒരു കാലത്ത് നമ്മുടെ കേരളീയ മുസ്ലിം സമുദായത്തിന്റെ കഥയെന്ന് ഓർക്കുക. എന്തായിരുന്നു നമ്മുടെ അവസ്ഥ സഹോദരങ്ങളെ? സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മെ കരകയറ്റുയർത്തിക്കൊണ്ടുവന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് അല്ലാഹുവിനെ പൂർണ്ണമായി മറന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ പ്രഭാഷണത്തിന് ചെല്ലുമ്പോ അവിടെ ഒരു കായൽ കാണാൻ വേണ്ടി കൂട്ടുകാരെ കൂടെ എന്ന് പോകുമ്പോ ഈ വടക്കൻ കേരളത്തിൽ നിന്നോ ഈ ജില്ലകളിൽ നിന്നോ അവിടെ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന 5 മുസ്ലിം പെൺകുട്ടികള് അവിടെ ഒരു ഹൗസ് ബോട്ട് വാടകക്കെടുത്ത് 1000 കൊടുത്ത് ഹൗസ് ബോട്ട് വാടകക്കെടുത്ത് അവിടെ അവരെ കൂടെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അന്യമതങ്ങളിൽപ്പെട്ട കാമുകന്മാരെ കൂടെ ഹൗസ് ബോട്ടിൽ അങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരുപാട് ഭർത്താവ് എങ്ങനെയൊക്കെ ആസ്വദിക്കുമോ അതുപോലെ ആസ്വദിക്കുന്നത് കണ്ട സമയത്ത് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. കാരണം ഗൾഫുകാരായ ദുബായിലുള്ള, ബഹ്റൈനിലുള്ള, ഖത്തറിലുള്ള, കുവൈത്തിലുള്ള രക്ഷിതാക്കളും ആംഗളമാരും MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് നിങ്ങളെ പെങ്ങന്മാർക്ക് ATM വഴി 1000 അയച്ചു കൊടുക്കുകയാണ്. ബാങ്കിലേക്ക് 10,000 കൊടുക്കുമ്പോ അവിടെ ATM കൗണ്ടറിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ട് ഹൗസ് ബോട്ട് വാടകക്കെടുത്തുകൊണ്ട് കാമുകന്മാരെ കയറ്റിയിട്ട് ഭർത്താക്കന്മാരെ പോലെ വരസുമ്പോ ശരീരം മുഴുവനും അങ്ങ് തുറന്നിടുന്ന ഡ്രസ് ധരിച്ചുകൊണ്ട്, ഡ്രസ് ധരിച്ചുകൊണ്ട് തോൾ കൈയിട്ട് ചുടുചുംബനം കൈമാറിയിട്ട് അവരങ്ങ് വല്ലാതെ സുഖിച്ച് കളിക്കുമ്പോ ഹൗസ് ബോട്ട് ഓടിക്കുന്ന ഡ്രൈവറാ പറയുന്നത്, നിങ്ങൾ വഴങ്ങ് പറയാനാണോ ഞങ്ങളുടെ നാട്ടിലേക്ക് വണ്ടി കയറി വന്നത്? നിങ്ങളുടെ നാട്ടിലുള്ള പെൺകുട്ടികളാണ്, MBBS പഠിക്കുന്ന കുട്ടികളാണ്, അവരാണ് എന്റെ ഹൗസ് ബോട്ട് ഇന്നലെയും മിനിഞ്ഞാന്നും വാടകക്കെടുത്ത് ഈ കാമുകന്മാരെ ഭർത്താക്കന്മാരെ പോലെ ഇതിൽ കയറ്റിയിട്ട് കൂത്താടുകയായിരുന്നു എന്ന് പറഞ്ഞ ഹൗസ് ബോട്ടിന്റെ ഡ്രൈവറെ കണ്ണുകൾ നിറഞ്ഞത് മുസ്ലിം യുവാവാണ്. ഇവിടെയാണ് ഞാൻ ആലോചിക്കുന്നത്, അല്ലാഹു പറഞ്ഞത് മുഴുവനും കാറ്റിൽ വളർത്തുമ്പോ റബ്ബ് നമുക്ക് ദാരിദ്ര്യം തന്നിട്ടല്ല പരീക്ഷിക്കുക, ഇഷ്ടം പോലെ തുറന്നു തരുന്നതാണ്. കൊല്ലാൻ പോകുന്നവന് വെള്ളം കൊടുക്കുമല്ലോ, തൂക്കിക്കൊല്ലാൻ പോകുന്നവന് വെള്ളം കൊടുക്കുമല്ലോ. ഇതുപോലെ റബ്ബ് ഇഷ്ടം പോലെ തരും. അതുപോലെ മീൻ പിടിക്കാൻ പോകുമ്പോ ചൂണ്ടയിടുമ്പോ ആദ്യമായ മീനിന് കൊത്താനിരയെ കൊടുക്കുമല്ലോ, പിന്നെയാണ് ഒരൊറ്റ വലിയെന്ന് വലിക്കുക. ഇതുപോലെ റബ്ബിന്റെ പരീക്ഷണങ്ങൾ തന്നെയാണ്. എന്റെ പ്രസംഗത്തിന് ഇത്തരം വിഷയം ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് സങ്കടം തോന്നരുത്. കാരണം വേറെ ഏതെങ്കിലും വിഷയം പറയുമ്പോ ഞാൻ ഇത് കയറ്റിക്കൊണ്ടുവരികയല്ല. ഇന്നത്തെ എന്റെ വിഷയം തന്നെ ഇവിടുന്ന് തന്നത് വർത്തമാന കാലത്തെ യുവത എന്നാണ്. സുബ്ഹാനല്ലാഹ്. വേറൊരു സങ്കടം ഞാൻ പറയട്ടെ. ഇന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നറിയണോ? മംഗലാപുരത്തും കാസർഗോഡും കാഞ്ഞങ്ങാടും മതപ്രഭാഷണത്തിന് വരുമ്പോ പലപ്പോഴും പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തെക്കൻ കേരളത്തിലാണ് എന്റെ ജോലിയും എന്റെ പ്രവർത്തന മേഖല. അങ്ങോട്ട് പോകുമ്പോ ഇവിടെയുള്ള ധാരാളം മുസ്ലിം പെൺകുട്ടികൾ ട്രെയിനിൽ കയറാറുണ്ട്. എറണാകുളത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന MBBS-നും എഞ്ചിനീയറിംഗിനും ഉന്നത ഡിഗ്രികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ അവരെ ലീവ് കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് ഇവിടെ നിന്ന് കയറാറുണ്ട്. മംഗലാപുരത്ത് നിന്നും കണ്ണൂർ, കാസർഗോഡ് നിന്ന് കയറുമ്പോ അവരെ ഉമ്മമാര്, അവരെ ഉപ്പമാര്, ആങ്ങളമാര് യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വരും. എന്നിട്ട് അവരെ യാത്രയാക്കി ട്രെയിനിൽ യാത്രയാക്കി ഇങ്ങ് തിരിച്ചു പോന്നാൽ ട്രെയിനിലേക്ക് വരുമ്പോ ഇവർക്ക് പർദ്ദയുണ്ട്, മുഖമക്കരയുണ്ട്. ട്രെയിനിൽ കയറി ഒന്ന് ട്രെയിൻ എടുത്തൊരു കൗരാൽപ്പം ഒരു സ്റ്റേഷനിൽ കഴിഞ്ഞാൽ പർദ്ദയിച്ചു വെക്കുന്നു. വലിയ ഡ്രസ് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് ഇറങ്ങിയ ഡ്രസ് ധരിച്ചുകൊണ്ട് കാലിന്റെയും നെഞ്ചിന്റെയും വയറിന്റെയും മാരണത്തിന്റെയും വണ്ണം കാണുന്ന ഡ്രസ് ധരിച്ചുകൊണ്ട് അവർ സുഖിക്കുമ്പോ ഇയർഫോണും വെച്ചുകൊണ്ട് പാട്ടാസ്വദിക്കുമ്പോ അവരെയുള്ള കാമുകന്മാരും ക്യാമ്പസിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ അപ്പുറത്തെ കമ്പാർട്ട്മെന്റുകളിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ തോളിൽ കൈ
കൈയിട്ട് മുത്തം കൊടുത്ത് വൃത്തികേട് ആവാസരങ്ങൾ കാണിക്കുമ്പോ ഇതിനാണോ നീ ഭൗതികം പഠിപ്പിക്കുന്നത്? ഇതിനാണോ ദുനിയാവിന്റെ വിദ്യാഭ്യാസം കൊടുക്കുന്നത്? ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യ ജ്ഞാനവിന്റെ ബ്രേക്കടോ. ഉസ്താദ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണോ? മതപഠനം 7ാം ക്ലാസ്സോടെ നിർത്തുകയാണ്. പിന്നെ മതപഠനം വേണ്ട, കബറും ആശ്രയം ഓർമ്മിപ്പിക്കുന്ന പിന്നെ വിജ്ഞാനം വേണ്ട. ഇത്ര ഭൗതിക വിജ്ഞാനം നൽകിക്കോ, പക്ഷേ ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യ യാളതിന്റെ ബ്രേക്കടോ. അതില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. എത്രയോ കാണുന്ന അനുഭവങ്ങളാണ്, ഒന്നല്ല രണ്ടല്ല, നിരന്തരം കാണുന്നതാണ്. അല്ലാഹുവിനെ മതിമറക്കുമ്പോൾ ഇഷ്ടം പോലെ പണം കൊടുക്കുന്നു, ഇഷ്ടം പോലെ പണം വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നാൽ അല്ലാഹു തആല ഓരോ സെക്കൻഡിനെ കുറിച്ചും 5 പൈസയെ കുറിച്ച് പോലും ചോദിക്കുമ്പോ അറിയൂലേ, തുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എല്ലാ നിഅമത്തുകളെ കുറിച്ചും നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. എനിക്കൊരു സമ്പത്ത് തന്നാൽ, എനിക്കൊരു വീട് തന്നാൽ, അതിനെ കുറിച്ചെല്ലാം അല്ലാഹു തആല എന്നോട് ചോദിക്കുന്നതാണ്. അതിനെ എങ്ങനെ ഉപയോഗിച്ചടാ, അതിന് നീ നന്ദി ചെയ്തടാ. എല്ലാ നിഅമത്തുകളെ കുറിച്ചും ചോദിക്കപ്പെടുമെന്നായി തോന്നിയിട്ട് നബി തങ്ങൾ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ സദസ്സിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യന് എഴുന്നേറ്റുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, നജൗതു നജൗതു നജൗതു, നബിയെ ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. നബി തങ്ങൾ ചോദിച്ചു, എന്ത് രക്ഷപ്പെട്ടു എന്നാ നീ പറയുന്നത്? നബിയെ, ഞാൻ ചോദ്യം ചെയ്യപ്പെടലിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു നബിയെ. അങ്ങല്ലേ ഞങ്ങൾ കോതിത്തരുന്നത്. എല്ലാ നിഅമത്തുകളെ കുറിച്ചും ചോദിക്കപ്പെടുമെന്ന് നിങ്ങൾ ഓതിയല്ലോ. എനിക്കതിന് നിഅമത്തില്ലല്ലോ, എനിക്ക് സമ്പത്തില്ല, പണമില്ല, വീടില്ല, പറമ്പില്ല, വാഹനങ്ങളില്ല. ആരെങ്കിലും തരുന്ന പണം ഉപയോഗിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ല നബിയേ. അപ്പോഴാണ് നബി തങ്ങളുടെ മുഖം ചുവന്നുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നത്, എടാ, നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നീയും നാളെ പരലോകത്ത് 3 സംഗതികളെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. എടാ, നിനക്ക് സ്വന്തമായി വണ്ടിയില്ല, മൃഗങ്ങളില്ല, വീടില്ല, പറമ്പില്ല, പണമില്ല, എന്നാലും ഇവിടെയുള്ള മരങ്ങൾക്ക് തണലുണ്ടല്ലോ. നീ നടന്നു നടന്ന് ക്ഷീണിച്ച് കുഴങ്ങുമ്പോ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ നീ വിശ്രമിച്ചാൽ ആ മരത്തെ മുളപ്പിച്ചവൻ നീ എന്നല്ലോ, ഞാനാണല്ലോ. അതിന് നീന് കൊടുത്തത് ഞാനാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും മരത്തിന്റെ തണലിൽ നിന്ന് എപ്പോഴെങ്കിലും വിശ്രമിച്ചാൽ അതുപോലും അല്ലാഹു നിന്നോട് ചോദിക്കുന്നതാണ്, എന്റെ മരത്തിന്റെ തണലിൽ വിശ്രമിക്കുമ്പോ നിനക്കെന്തായിരുന്നു പണി മനുഷ്യ? ായിരുന്നോ? എന്തായിരുന്നു എന്റെ നിഅമത്ത് ആസ്വദിക്കുന്നതിന്റെ പണി? അതിന് നീ നന്ദി ചെയ്തോ? പിന്നെ അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നത്, എടോ, നിന്റെ കാലിൽ ചെരുപ്പുണ്ടല്ലോ, ഈ 2 ചെരുപ്പുകൾക്ക് പോലും മറുപടി പറയണം. ഇവിടെയുള്ള കിണറുകളിൽ ശുദ്ധമായ വെള്ളങ്ങളുണ്ട്. ദാഹിക്കുന്ന സമയത്ത് നിനക്ക് വെള്ളം കുടിക്കാമല്ലോ. ഈ വെള്ളത്തെ കുറിച്ച് പോലും ചോദിക്കപ്പെടുമെന്ന് പറയുമ്പോ നോക്കണം, ഒരു വീട് പോലും ഇല്ല, സ്വന്തമായി തൊഴിലില്ല, ഒന്നും തന്നെ ഇല്ല. എന്നിട്ട് നബി തങ്ങൾ പറയുന്നത്, നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിച്ചാൽ അതുപോലും ചോദിക്കപ്പെടുമെന്ന് പറയുമ്പോ ഞാൻ നിങ്ങളുമൊക്കെ എത്രയോ
സുഖങ്ങൾ ആസ്വദിക്കുന്നവരാണ്. വളർന്നു വരുന്ന പിഞ്ചു പൈതങ്ങൾ പോലും ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതാണ്? എല്ലാ സംവിധാനങ്ങളിലെ നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത വസ്തുക്കൾ. പക്ഷേ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളും ശ്രമിക്കുന്നുണ്ടോ? കഴിവിന്റെ പരമാവധി ഈ ദുനിയാവ് എങ്ങനെ ആസ്വദിക്കണം? ഒരു കപ്പൽ എങ്ങനെ ആ കപ്പൽ പോകണമെന്നുണ്ടെങ്കിൽ കപ്പലിൽ വെള്ളം കയറാൻ പറ്റൂല. വെള്ളം അത്യാവശ്യമാണ്, വെള്ളത്തിലൂടെ കപ്പല് പോകൂ. പക്ഷെ കപ്പലിന്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ കപ്പല് മുങ്ങിപ്പോകും. ഇതുപോലെ സമ്പത്തും പണവും എല്ലാം മനുഷ്യന് വേണം. പക്ഷേ അത് ഹൃദയത്തിൽ കയറുമ്പോ നമ്മളങ്ങ് താന്നു പോകും. വർത്തമാനകാല യുവത എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ഞാൻ പറഞ്ഞില്ലേ, മുത്ത് നിബിധങ്ങൾ പറയാണ് ഖിയാമത്ത് നാളാകുമ്പോൾ നിസ്കാരങ്ങൾ കുറെ കൂടും. അതേ നിബിധങ്ങൾ തന്നെ പറഞ്ഞു നിസ്കാരം കുറയും എന്ന്. എന്താ കാരണം? നിങ്ങൾ എവിടുന്ന് പറയാം നിസ്കാരത്തിന്റെ രൂപം പറയാപ്പോഴും ഇന്ന് എവിടെ നോക്കിയാൽ നിസ്കാരം പഴയ കാലം പോലൊന്നുമില്ല. ഏത് ചെറുപ്പക്കാർക്കും നിസ്കാരം ഉണ്ടാകും, ഏത് ചെറുപ്പക്കാർക്കും നിസ്കാരം ഉണ്ടാകും. പള്ളിയിൽ കയറും ഓട്ടോ ഡ്രൈവർമാരെല്ലാം നിസ്കരിക്കുന്ന ആളുകൾ തന്നെ. പഴയ കാലത്തേക്കാളൊക്കെ ചെറുപ്പക്കാർക്ക് നിസ്കാരമുണ്ട്. പക്ഷെ നിബിധങ്ങൾ പറഞ്ഞു അവസാനം നാളാകുമ്പോൾ 100 ആള് നിസ്കരിച്ച 90 ആളെ നിസ്കാരം ശരിയാവില്ല. വളരെ ശരിയാണ്. കാരണം ഇന്ന് ആ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലല്ല. വേഷവിധാനങ്ങൾ അതുപോലെ ശരിയാക്കുന്ന വിഷയങ്ങൾ രൂപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും അള്ളാഹു സ്വീകരിക്കുന്ന കോലത്തിലത്തെ അല്ല താനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചൊരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുല്ലേ. കൈഫ ബിക്കും, എടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം സ്വഹാബ, എന്തായിരിക്കും ഈ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? ഇതാ തുആനിസാഉകും, സ്ത്രീകൾ വളരെ വൃത്തികേടുകൾ ചെയ്യാൻ തുടങ്ങിയാൽ, വഫജറ ശബാബുകും, യുവാക്കൾ തമ്മാടികളായി മാറിയാൽ, ഈ പ്രദേശത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഭാഗ്യം കൊണ്ട് നമുക്ക് രക്ഷയാണ്. എങ്കിൽ പല നാട്ടിലും എന്ന് നോക്കുക, കല്യാണങ്ങളും വിവാഹങ്ങളും ആഭാസങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വിവാഹം പറയുന്ന ഇബാദത്തിന്റെ തലങ്ങളിൽ നിന്ന് ഇസ്ലാം അനുവദിച്ച ഹലാലാക്കിയ തലങ്ങളിൽ നിന്ന് എത്രയോ ബഹുദൂരം ദൂരെ പോയിട്ട് വെറും കൂത്തരങ്ങുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര മുസ്ലിം പെണ്ണുങ്ങളാണ് ഏതോ ക്യാമ്പസുകളിൽ നിന്ന് പരിചയപ്പെടുന്ന കാമുകന്മാർക്ക് വേണ്ടി ഇസ്ലാമിനെ തന്നെ വലിച്ചെറിയുന്നു. 1, 2, 3, 10 അനുഭവങ്ങളല്ല, ഒരുപാട് അനുഭവങ്ങൾ പറയാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാരി ഫുജൂർ ചെയ്യുന്നവരായി മാറിയാണ്. ഇന്റർനെറ്റ് ടെക്നോളജി ഇന്ന് വല്ലാതെ പ്രചാരം നേടിയപ്പോൾ ഒരു ചെറിയ മൊബൈൽ ഫോണിൽ ഏതും കണ്ടാസ്വദിക്കാൻ കഴിയുന്നു. ഉമ്മമാർക്ക് വാപ്പമാർക്ക് ഇതറിയില്ല. നഗത്തിന്റെ വലിപ്പത്തിലുള്ള ചെറിയ മെമ്മറി കാർഡിൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചീഞ്ഞു നാറുന്ന സെക്സ് ദൃശ്യങ്ങൾ ഇന്ന് 10-20 രൂപക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് സൂക്ഷിക്കാൻ കഴിയുന്നുവെങ്കിൽ എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്? ആഖിബത്ത് നന്നാകാതെ, ആഖിബത്ത് മോശമായി മരിക്കാൻ കല്ല് കുടിക്കണമെന്നില്ല, വ്യഭിചരിക്കണമെന്നില്ല, മോഷണം നടത്തണമെന്നില്ല. ഇന്ന് മതിയെന്നോ ഇത്തരം ആസ്വാദനങ്ങൾ കണ്ണുകൊണ്ട് ചെയ്യാൻ മതി. 90% ആദ്യ യുവാക്കൾ അടിമകളാണ്. ഫേസ്ബുക്കിലാണ് ജീവിതം മുഴുവൻ, ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. അത് പറ്റ വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ പിശാച് മനുഷ്യനിക്ക് ചീത്തയോട് താല്പര്യം ഉണ്ടാക്കി തരുന്നു. ഫ്രഞ്ച് കിസ്സുകളോടും ഡാൻസുകളോടുമുള്ള താല്പര്യമാണ്. പറഞ്ഞു വല്ലാത്ത സംഗതിയാണല്ലോ. മരിക്കാൻ നേരത്തെ ഈമാൻ നഷ്ടപ്പെടണമെങ്കിലോ 4 ആളെ കൊല്ലേണ്ടതില്ല. കണ്ണുകൊണ്ട് ഇത്തരം രംഗങ്ങൾ കാണുന്ന സ്വഭാവമുണ്ടായാൽ സലാമത്താകാതെ മോശമാകുമെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഒരു ചെറിയ ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? തഫ്സീറുൽ ബയാനിലോ ഖുർതുബിയിലോ കണ്ട ഒരു കഥയാണ്. ഒരു വലിയ മഹാനായ പണ്ഡിതന് അല്ലാഹുവിന്റെ ഭവനത്തിൽ ഖുതുബ
നിർവഹിക്കുന്ന, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന, പള്ളിയിൽ ബാങ്കും ഇമാമത്തും ഖുതുബയും നിർവഹിക്കുന്ന, ശമ്പളം വാങ്ങാതെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ വലിയ മഹാനായ പണ്ഡിതന് ഒരു വട്ടം ഉംറക്ക് ചെല്ലുമ്പോ കൈവാലയത്തിന്റെ കില്ല് പിടിച്ചിങ്ങനെ മണിക്കൂറുകളോളം, 1 മണിക്കൂറല്ല 2 മണിക്കൂറല്ല മണിക്കൂറുകളോളം ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ. പടച്ചോനെ, ഞാൻ ഈ ലോകത്തോട് വിട പറയുമ്പോ ഈമാനോടെ മരിപ്പിക്കണേ, ഈമാനോടെ മരിപ്പിക്കണേ, ഈമാനോടെ മരിപ്പിക്കണേ എന്ന് കൈവാലയത്തിന്റെ കില്ല് പിടിച്ചുകൊണ്ട് മണിക്കൂറുകളോളം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കലങ്ങുന്ന കണ്ണുകളുമായി മുത്തിയിട്ടും ദുആ ചെയ്യുന്നത്, കൈവാലയത്തിന്റെ വാതിൽ പിടിച്ചിട്ടും ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അഖ്രിജ്നി മുസ്ലിമാ. പടച്ചോനെ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുമ്പോ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ ഖുതുബയും ഇമാമത്തും ബാങ്കും നിർവഹിക്കുന്ന, ശമ്പളം വാങ്ങാതെ തന്നെ പള്ളിയിൽ വർഷങ്ങളോളം സേവനം ചെയ്യുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഉംറക്ക് വന്നിട്ട് പള്ളിയുടെ കൈവാലയത്തിന്റെ കില്ല് പിടിച്ചിട്ട് ഒന്നും ചോദിക്കണില്ല, ഇത് മാത്രം പടച്ചോനെ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് മാത്രം ദുആ ചെയ്യുമ്പോ ഇത് കാണുന്ന മറ്റു പണ്ഡിതന്മാർക്ക് അത്ഭുതമായി, അവർ വല്ലാതെ ആശ്ചര്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രയും മണിക്കൂറുകളോളം കൈവാലയത്തിലേക്ക് പിടിച്ചുകൊണ്ട് ഇത് മാത്രം എന്തിനാ ദുആ ചെയ്യുന്നത്? വേറെ ഒന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞു കരയുമ്പോൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ മഹാനായ മനുഷ്യൻ അരികെ ചെന്ന് സംശയം ചോദിക്കുകയാണ്. അല്ലയോ മനുഷ്യ, എത്രയോ മണിക്കൂറുകളായി നിങ്ങൾ ഇന്നലെയും ഇന്നും മുഴുവനും തന്നെ കൈവാലയത്തിന്റെ കില്ല് പിടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ അഖ്രിജ്നി മുസ്ലിമാ, അബ്തിനി മുസ്ലിമാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ്. ഇത്രമാത്രം നീ ദുആ ചെയ്യുന്നത് എന്തിനാണ്? അത് എല്ലാ മുസ്ലിമീങ്ങൾ ആവശ്യം തന്നെയാണല്ലോ. നിങ്ങളത് വേറെ ഒന്നും ദുആ ചെയ്യാതെ ഇത് മാത്രം പലവട്ടം എന്തിനാ ദുആ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ആ മഹാൻ കരഞ്ഞു, കണ്ണീര് തുടച്ചുകൊണ്ട് പറയുന്നത്, ഈ ദുആ മാത്രം ഞാൻ എന്തിന് ദുആ ചെയ്യുന്നു എന്നോ, എന്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു പള്ളിയിൽ 30 കൊല്ലം ഖുതുബ നിർവഹിച്ചത്, 30 കൊല്ലം ബാങ്കും ഇമാമത്തും നിർവഹിച്ചത് എന്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. സ്വന്തം പണം ചെലവഴിച്ചുകൊണ്ട് ജീവിതം നയിക്കുമ്പോ സ്വന്തം സാമ്പത്തിക നിലവാരമുള്ളത് കൊണ്ട് ശമ്പളം വാങ്ങാതെ വേതനം വാങ്ങാതെ 30 കൊല്ലം മോഹന്റെ പള്ളിയിൽ സേവനം ചെയ്തു. പക്ഷേ മരണപ്പെടുന്ന സമയത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഖുർആൻ കൊണ്ട് പോയി കൊടുത്തു. എല്ലാ പള്ളിയിൽ 30 കൊല്ലം സേവനം ചെയ്ത ജ്യേഷ്ഠനോ ഖുർആനെ പിച്ച് ചീന്തിയിട്ട് ഇന്നീ പരിവും മിൻഹാദാ, ഈ ഖുർആനിലുള്ളത് മുഴുവൻ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പിച്ച് ചീന്തിയിട്ട് പറയുന്നു, ഇന്നീ തനസ്സറതു യാ അല്ലാഹ്, അല്ലാഹ് നിന്റെ മതം പൊള്ളയായ മതമാ, ഇസ്ലാമിലേക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ ക്രിസ്ത്യാനിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മതം ഉപേക്ഷിച്ചുകൊണ്ട് ആഖിറത്ത് മോശമായി മരണപ്പെട്ടു. എന്റെ മൂത്ത ജ്യേഷ്ഠനാണ്, 30 കൊല്ലം പള്ളിയിൽ സേവനം ചെയ്ത മഹാനാണ്. പക്ഷേ മരിക്കുമ്പോ ഈമാൻ കെട്ടാതെ നസ്രാനിയായി മരണപ്പെട്ടു പോയി. അതിനുശേഷം ഞങ്ങളെ പള്ളിയിലെ ഖുതുബയും ഇമാമത്തും ആ സേവനം ഏറ്റെടുത്തത് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ്. 20 കൊല്ലം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ഫ്രീ ആയി ശമ്പളമില്ലാതെ ഈ പള്ളിയിൽ സേവനം ചെയ്തു. അവസാനം വാർദ്ധക്യത്തിലെത്തി രണ്ടാമത്തെ ജ്യേഷ്ഠൻ മരിക്കാനാകുമ്പോ ഖുർആൻ കൊണ്ടുവരൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഒന്നാമത്തെ ജ്യേഷ്ഠനേതാലും ക്രിസ്ത്യാനിയായി ആഖിറത്ത് മോശമായി, ഇയാളെങ്കിലും ഖുർആൻ ചുംബിച്ച് മുഅ്മിനായി മരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ മുസ്ഹഫ് കൊണ്ടുപോയി കൊടുത്തു. അന്നേരം ഈ മഹാൻ
നേരത്തിന് ശമ്പളം വാങ്ങാതെ 20 കൊല്ലം പള്ളിയിൽ സേവനം ചെയ്ത വാങ്ങി വിളിച്ച എന്റെ ജ്യേഷ്ഠനാണ്. മരിക്കാൻ നേരത്ത് പിച്ചിച്ചീന്തി ഖുർആനിൽ തുപ്പിയിട്ട് പറയുന്നു, ഇന്നീ വരെയും ഇതിലുള്ളതൊന്നും ഞാൻ അംഗീകരിക്കില്ല. ഇന്നീ കുന്തു യഹൂദിയ, ഇസ്ലാമിനേക്കാൾ ജൂതമതമാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ജൂതനായി മരിച്ചു. ഒന്നാമത്തെ ജ്യേഷ്ഠൻ ക്രിസ്ത്യാനിയായി, രണ്ടാമത്തെ ജൂതനായി. രണ്ടാളും പള്ളിയിൽ സേവനം ചെയ്തവരാണ്. നിസ്കാരം മുടങ്ങിയിരുന്നില്ല, മദ്യപാനം അവർക്കില്ലായിരുന്നു, കൊലപാതകങ്ങളില്ല, പലിശയില്ല, വേണ്ടാത്തരങ്ങളില്ല, എല്ലാ നിസ്കാരം നിർവഹിച്ചിരുന്നവർ തന്നെയാണ്. എന്നിട്ടും ഒന്നാമത്തവൻ ക്രിസ്ത്യാനിയും രണ്ടാമത്തവൻ ജൂതനുമായപ്പോ മൂന്നാമതാ പള്ളിയിൽ സേവനം ഏറ്റെടുത്തത് ഞാനാണ്. അപ്പൊ ഞാൻ ഉംറക്ക് വന്ന് കിന്നെ പിടിച്ചുകൊണ്ട് വേറെയൊന്നും എനിക്ക് പറയാനില്ല. എന്റെ 2 ജ്യേഷ്ഠന്മാരെ പോലെ ആകരുത് അല്ലാഹ്. ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ് എന്ന് നന്നത് മാത്രം ദുആ ചെയ്യുന്നത്. ഇങ്ങനത്തെ 2 അനുഭവമുള്ളത് കൊണ്ടാണ്. അന്നേരം മുഴുവൻ പണ്ഡിതന്മാരും ഇയാളോട് ചോദിച്ചു, അല്ല മഹാനെ, നിങ്ങൾ 2 ജ്യേഷ്ഠന്മാർക്ക് എന്തായിരുന്നു ജോലി? അവർക്ക് എന്തായിരുന്നു പണി? അവരിങ്ങനെ മറ്റു മോശമായി ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഇയാൾ കരഞ്ഞു പറയുന്നത്, ഇവിടെയാണ് ഇന്നത്തെ എന്റെ ശബ്ദം കേൾക്കുന്ന യുവതി യുവാക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഈ മഹാ പറയുന്ന മറുപടി, എന്റെ 2 ജ്യേഷ്ഠന്മാർക്ക് മദ്യപാനമില്ലായിരുന്നു, വിചാരമില്ലായിരുന്നു, നിസ്കാരം ഉപേക്ഷിക്കലില്ലായിരുന്നു. പക്ഷേ എത്രല്ലതാണ് പിന്നതിന് ിലേക്ക് നോക്കുന്ന സ്വഭാവം ഇവരിൽ ധാരാളമായിരുന്നു. അതുകൊണ്ട് പടച്ചത്തമ്പുരാൻ പിച്ചിച്ചീന്തി എന്ന് പറയുമ്പോ ഇന്നൊരു ബ്രഷിന്റെ പരസ്യമാണെങ്കിലും ശരി, മറക്കാത്ത പെണ്ണിന്റെ ഫോട്ടോയാണോ, ഒരു ചെറിയ തീപ്പെട്ടിയുടെ പരസ്യമാണോ, ഇവിടെ നോക്കിയാലും നിങ്ങൾ അട്രാക്ഷൻ ചെയ്യുന്ന ആകർഷണീയമായ നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്ത്രീനത തുളുമ്പി നിൽക്കുന്ന ചിത്രങ്ങളാകുമ്പോ ചെറുപ്പക്കാരാ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ലാപ്പിലോ നിന്റെ ടാബിലോ ഇത്തരം ചില ചിത്രങ്ങൾ മാറി ആസ്വദിക്കുന്നുണ്ടോ? അങ്ങനത്തെ സൈറ്റുകളിൽ കയറുന്നുണ്ടോ? അത് കണ്ടിട്ട് ആനന്ദം കണ്ടെത്തുന്നോ? പെങ്ങളെ, എങ്ങനത്തെ ദൃശ്യങ്ങളാണോ സീരിയലുകളിൽ കാണുന്നത്? നീ എത്ര പറത്ത് ധരിക്കുന്നവളാണോ? നീ എത്ര ദർഗയിൽ പോകുന്നവനാണോ? എത്ര ഖുർആൻ ഓതുന്നവനാണോ? നിസ്കരിക്കുന്നവനാണോ? ഇല്ലടാ, ഇല്ലടി, മരിക്കുമ്പോ ഈമാ കിട്ടുകയില്ല. അതുകൊണ്ട് യുവാക്കളെ, ഇന്ന് സൈബർ ലോകത്ത് അധിക കുറ്റകൃത്യങ്ങളും ഈ വിഷയം കൊണ്ടാണ്. ചെറുപ്പക്കാരികളെ, ഇവിടെയാണ് മഹാന്മാരെ ചിന്തയും ഓർക്കേണ്ടത്. നിങ്ങളോ ഈ വർത്തമാനകാലത്ത് പിഞ്ചോമനകൾ പോലും ഇത്തരം ആഭാസങ്ങൾക്ക് അടിമകളായി മാറുമ്പോൾ വളാഞ്ചേരിക്കടുത്ത് ഒരു UP സ്കൂളിലും ഹൈസ്കൂളിലും റെയ്ഡ് നടത്തിയപ്പോ അധ്യാപകന്മാര് ചെക്കിങ് നടത്തിയപ്പോൾ 300ഓളം മൊബൈൽ ഫോൺ പിടിച്ചെടുത്തപ്പോ 100-ലേറെ മൊബൈൽ ഫോണില് പ്രൂഫ് നെയിം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ മക്കൾ പോലും ഇത് കണ്ടാസ്വദിക്കുമ്പോ ഉമ്മമാരിതറിയുന്നോ, ഉപ്പമാരിതറിയുന്നോ? എന്റെ പണമുണ്ട്, ഇഷ്ടം പോലെ മക്കൾക്കങ്ങ് വാങ്ങിക്കൊടുക്കുമ്പോ സഹോദരങ്ങളെ നമ്മൾ അറിയുന്നില്ല. ഈ ലോകമല്ലല്ലോ നമ്മുടെ ലോകം. ഇവിടത്തെ ജീവിതം കഴിഞ്ഞാൽ സഹോദരികളെ, ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു, എന്നോട് വിഷമം കരുതണ്ട. എത്രയോ പ്രശ്നങ്ങളാണ് പാവപ്പെട്ട ഭർത്താക്കന്മാരെ മനസ്സ് വേദനിപ്പിക്കുന്ന എത്രയോ കഥകൾ നിങ്ങൾ ഇന്ന് കേട്ട് കേൾവിയുണ്ട്. അതുപോലെ തന്നെ
സഹോദരികളെ, വേഷവിധാനങ്ങള് ശരീരത്തോട് വല്ലാതെ ഒട്ടിച്ചേർന്ന് ഡ്രസ് ധരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഖബറിൽ കടക്കും. നിങ്ങളെല്ലാം സ്ത്രീകളെ അഴകുന്നതാണ് മാംസമെല്ലാം പെങ്ങളെ വളയിട്ടു ബഹുമാനിച്ചത് കൈയല്ലയോ, മാംസങ്ങളൊക്കെ അടർന്നത് അത്ഭുത അല്ലയോ, മാമ്പഴം രണ്ടെണ്ണവും ചെയ്യില്ലയോ, ചിതനിന്റെ സംഘം ഇന്നതിൽ പൊതിഞ്ഞില്ലയോ. ഈ ചിന്തയിൽ ഫാത്തിമ കരഞ്ഞില്ലയോ, അവരെന്ന് മുതുകിതു തന്നെയും വെടിഞ്ഞില്ലയോ. ഫാത്തിമ ബീവി ഒരിക്കൽ വെറുതെ സങ്കടപ്പെട്ടുകൊണ്ട് കരയുമ്പോ അലി റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്, എന്ത് ചിന്തിച്ചുകൊണ്ടാണ് വല്ലാതെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി സങ്കടപ്പെട്ട് കരഞ്ഞു പറയുകയാണ്, അലിയെ ഞാൻ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് കരയുന്നതെന്നറിയണോ, ഞാൻ മരിച്ചാൽ എന്റെ ജനാസ കുളിപ്പിച്ചെന്റെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോ കഫൻ ചെയ്ത എന്റെ മയ്യത്ത് കണ്ടാൽ അതങ്ങ് കബറടക്കുമ്പോ പുരുഷന്മാര് കാണുമല്ലോ, നിസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോ പുരുഷന്മാര് കാണുമല്ലോ, എന്റെ കഫൻ ചെയ്ത ശരീരം കണ്ടാൽ ബോഡി ഷേപ്പ് കാണുമല്ലോ. ഒരു മയ്യത്തിനെ കഫൻ ചെയ്താലോ ആ മയ്യത്ത് തടിയുണ്ടോ മെലിഞ്ഞതാണോ നീളമുണ്ടോ കുറിയതാണോ എന്ന് കഫൻ ചെയ്ത കഫൻപുട കണ്ടാലറിയാ. ഫാത്തിമ ബീവി വെറുതെ തേങ്ങി 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 കരയുമ്പോ അലിയാര് ചോദിച്ചു, എന്തിനാണ് ഫാത്തിമ കരയുന്നത്? ഫാത്തിമ ബീവി കരഞ്ഞു പറഞ്ഞത് എന്ത് ചിന്തിച്ചു കൊണ്ടാണെന്നറിയണോ, അലിയെ എന്റെ ജനാദയെന്ന് കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോ കബറിനെ കിടക്കുമ്പോ പുരുഷന്മാരെ കണ്ടാലോ എന്റെ ബോഡി ഷേപ്പ് പറയുമല്ലോ. കല്യാണത്തിനും സൽക്കാരത്തിനും കലോത്സവങ്ങൾക്കും പോകുമ്പോ സ്കൂളിന്റെ ഉത്സവങ്ങൾക്കും ആനിവേഴ്സറിക്കും കല്യാണത്തിനും പോകുമ്പോ ശരീരാവയവങ്ങളെ വണ്ണം അറിയുന്ന ഡ്രസ് ധരിക്കുന്ന പെങ്ങളെ ഫാത്തിമ എന്ന ലോകത്തെ സുന്ദരി പെണ്ണില്ലയോ. ഫാത്തിമ എന്തിനാ കരഞ്ഞതെന്നറിയണോ, എന്റെ മയ്യത്ത് പൊതിയുമ്പോ പറയുമല്ലോ, അതുകൊണ്ട് മരിക്കുന്നതിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് അലിയാരെ വിളിച്ചുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് ഫാത്തിമ ബീവി കരഞ്ഞു കൊടുത്ത വസിയത്തുണ്ട്. ഏതാണ് ആ വസിയത്ത് എന്നറിയണോ? അലിയേ, ഞാൻ മരണപ്പെടാൻ പോവുകയാണ്, എന്റെ മരണം കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കഫൻ ചെയ്യുന്നത്, എന്റെ മയ്യത്ത് നിങ്ങൾ മറവ് ചെയ്യുന്നത് പകലിലല്ല, പകലിലാകുമ്പോ പുരുഷന്മാരെ കാണുമല്ലോ, രാത്രിയാണ് കഫൻ ചെയ്ത് മറവ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോ ഇവിടെയാണ് പെങ്ങളെ നീ ഒരു കാര്യം ചിന്തിച്ചു നോക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് മാപ്പിളപ്പാട്ടിൽ അഭിനയിക്കാൻ മുസ്ലിം പെൺകുട്ടികൾക്ക് എന്തോ ഒരു ഹരമാ, റിയാലിറ്റി ഷോകൾ പാട്ട് പാടാൻ എന്തോ ഒരു ഹരമാ. എന്നിട്ട് അവർക്ക് മുമ്പിൽ അടിക്കുലുക്കി പാട്ട് പാടുമ്പോ ഇത് പ്രസംഗിക്കുമ്പോ നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു തോന്നലുണ്ടാകും, ഇവരൊന്നും ഏതോ ഇരുണ്ട യുഗത്തിൽ ജീവിക്കേണ്ടതാണ്, ഈ ലോകത്ത് ജീവിക്കേണ്ട മുസ്ലിയാരല്ല എന്ന്. പെങ്ങളെ, നിന്നേക്കാൾ ലോകം അറിഞ്ഞിട്ട് തന്നെയാ പറയുന്നത്. നിങ്ങളെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, സഅലവും ഖസറതുഹാ അലം യഅതികും നദീർ. നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ നരകം കാക്കുന്ന മലക്കുകൾ ചോദിക്കുന്നതാണോ, നിങ്ങൾക്ക് ഉസ്താദുമാരെ വയല് കേട്ടിരുന്നില്ലേ, പ്രഭാഷകന്മാരെ പ്രഭാഷണം കേട്ടിട്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചൂടായിരുന്നു? അന്നേരം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ പറയും, അതേ ഉസ്താദുമാര് വയല് പറഞ്ഞു തന്നിരുന്നു, പ്രഭാഷകന്മാരെ പ്രഭാഷണം നടത്തി തന്നിരുന്നു, പക്ഷേ നിങ്ങൾ അവരെ കളിയാക്കി, അവരെ ലോകം തിരിയാത്തവരാക്കി. എന്റെ
യുവാക്കളെ യുവതികളെ നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ കുറെ ലേറ്റ് അറേഞ്ച്മെന്റ്സുകൾ ചെയ്യുന്നു. അലങ്കരിക്കപ്പെട്ട ഈ മഖാമിന്റെ ഉറൂസ് നടക്കുമ്പോ ഈ വലി എങ്ങനെ വലിയായത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ദുനിയാവിന്റെ സുഖങ്ങൾ അവരറിഞ്ഞില്ല. ഇന്നലില്ല ഈ ഇബാദൻ പൂതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. പൊട്ടച്ചിറയിൽ അൻവരിയ കോളേജ് സ്ഥിതി ചെയ്യുന്ന പൊട്ടച്ചിറ ബീവി, അത് ഒരു പെണ്ണിന്റെ മക്ക പറയാട്. ശ്രീദേവി എന്ന ഹിന്ദു പെണ്ണായിരുന്നല്ലോ, പിന്നെ മുസ്ലിമായി വലിയായി മാറുകയായിരുന്നു. അവിടെ ഇന്ന് ദർഗയുണ്ടല്ലോ. പെങ്ങളെ ദുനിയാവ് ആസ്വദിച്ച് തീർത്തവരല്ല. ഇന്നലില്ല ഈ ഇബാദൻ പൂതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ഈ മാണിക്കോത്ത് നാട്ടില് 75 കൊല്ലം മുമ്പുള്ള ഏറ്റവും വലിയ മുതലാളി ഇന്ന് എവിടെ? 75 കൊല്ലം മുമ്പ് മാണിക്കോത്ത് മേഖലയിലുള്ള ഏറ്റവും വലിയ വീടിൽ താമസിച്ച മുതലാളി എവിടെ? ഒരു 75 കൊല്ലം മുമ്പ് ഈ നാട്ടിലെ ഏറ്റവും തോനെ തേങ്ങ വലിക്കാനുണ്ടായിരുന്ന, അല്ലെങ്കിൽ തോനെ പണം ഉണ്ടായിരുന്ന മുതലാളി എവിടെ? സംശയമില്ലല്ലോ, മണ്ണിൽ പുറ്റായി പോയി. 75 കൊല്ലം മുമ്പ് ഈ മാണിക്കോത്ത് പ്രദേശങ്ങളിലുള്ള നല്ല സുന്ദരിയായ, നല്ല വെളുത്ത ആരോഗ്യമുള്ള പെണ്ണ് ഇന്നെവിടെയാണ്? 75 കൊല്ലം മുമ്പ് ഇവിടെ സുന്ദരിയായിരുന്നവണ്ട് ആരുടെ മണ്ണിൽ പുറ്റായി കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ എന്താ ചിന്തിക്കേണ്ടതെന്നോ? ഒരു 75 കൊല്ലം കഴിയുമ്പോ നേരവും മാണിക്കോത്തിൽ നാടിവിടെ ഉണ്ടാകും, ഈ പള്ളിയുണ്ടാകും, ഈ മക്ബറയുണ്ടാകും. പക്ഷേ നീ മാത്രം ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വീടിൽ താമസിക്കുന്ന ആള് 75 കൊല്ലം കഴിഞ്ഞാൽ കബറിലാ. ഇപ്പോൾ ഇവിടത്തെ നല്ല സുന്ദരി ഞാനാണെന്ന് തോന്നുന്ന പെണ്ണ് 75 കൊല്ലം കഴിഞ്ഞാൽ നീ എവിടെയാണ്? ആരാ നിന്നവിടെ നോക്കാനുള്ളത്? ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ, അത് പൊട്ടി കബർ നിറഞ്ഞതത്ഭുതമല്ലേ. അത് ചിന്തിച്ചാണ് ഔലിയാക്കന്മാർ മഹാന്മാരായത്. ദുനിയാവിലെ വീട് ശ്രദ്ധ കൊടുത്തിട്ടിരുന്നില്ല. ഏതാവട്ടെ, നമുക്ക് ശ്രദ്ധിക്കാം, പക്ഷേ നമ്മൾ ആഖിറം മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ ആഖിറം മറന്നു പോകരുത്. ഈ ദുനിയാവ് അല്പകാലമല്ലേ നീണ്ടു നിൽക്കൂ. ഇതങ്ങ് കഴിഞ്ഞാൽ അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. നിങ്ങളും എത്ര നിസ്സാരന്മാരാണോ? നമ്മുടെ റൂഹ് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ. നമ്മൾ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടവരാണ്. ഈ അടുത്ത് തിരുവനന്തപുരത്ത് ചുള്ളിമാനൂർ എന്ന സ്ഥലത്തിനടുത്ത് പ്രഭാഷണത്തിന് പോയപ്പോ തിരുവനന്തപുരത്തെ ക്യാൻസർ സെന്ററിൽ പോയി നോക്കുമ്പോ മുഴുവൻ നമ്മുടെ മുസ്ലിമീങ്ങളാ. വടക്ക് ജില്ലകളിൽ കണ്ണൂരിൽ നിന്നുള്ള എത്രയോ ആളുകളുണ്ട്. സെക്കൻഡ് പോലെ അതാ ഖുർആൻ പറയുന്നത്, എന്നെ വല്ലാതെ മറന്നു പോകുമ്പോ ഇഷ്ടം പോലെ ഞാനങ്ങ് കൊടുക്കും. പക്ഷേ ഒറ്റയടിക്കവരെ ഞാൻ പിടിക്കുമെന്ന് പറയുമ്പോ, എടാ ഒരു 10-40 രൂപയുണ്ടെങ്കിൽ 1 കിലോ മത്തി കിട്ടും, 1 കിലോ മത്തി കിട്ടും. പക്ഷേ നീ 40,000 കോടി കൊടുത്താലും മത്തി ഉണ്ടാക്കാൻ നിനക്ക് കഴിയില്ല. 30 രൂപ കൊടുത്താൽ 1 കിലോ അരി കിട്ടും. 1 മണി അരി ഉണ്ടാക്കാൻ 30 കോടി കൊടുത്താലും കഴിയില്ല. ഖാലിഖുനല്ലാഹു റാസിഖുനാ, ഖാലിഖുനല്ലാഹു റാസിഖുനാ. നിന്റെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തമില്ലയോ? ആ രക്തത്തിന് പകരം രക്തം തന്നെ വേണോ? ഇവിടെ എത്ര കെമിക്കലുകളുണ്ടോ? എത്രയോ സയൻസ് പുരോഗതി പ്രാപിച്ചു. പക്ഷേ ഒരു തുള്ളി രക്തത്തിന്റെ വേറെ ഒരാളെ രക്തം തന്നെ വേണോ? രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാൻ സയൻസിന് അറിയില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നറിയണോ?
സാഹചര്യം ഇന്നത്തെ ലോക സാഹചര്യം വളരെ വളരെ മോശമാണ്. ഇവിടെ നോക്കിയാലും ഇന്ന് ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൂടെ എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും പിഴച്ചു പോകുമ്പോൾ ഞങ്ങളുടെ മലപ്പുറം ജില്ലയില് നിലമ്പൂരിനടുത്തൊരു വലിയ അത്ഭുതം നടന്നു. അതായത് ചെവി കേൾക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത, മൂകനും ബധിരനുമായ, ചെവി കേൾക്കൂല, വർത്താനം പറയാൻ കഴിയൂല, അങ്ങനത്തെ ചെറുപ്പക്കാരന് അവനെ തേടി ഫ്രാൻസിൽ നിന്ന് ഒരു പെണ്ണെത്തുന്നു, കാമുകിയെത്തുകയാണ്. നാട്ടുകാരാ അത്ഭുതപ്പെട്ടു. ഈ ചെവി കേൾക്കാത്ത, വർത്താനം പറയാൻ പറ്റാത്ത, മൂകനും ബധിരനുമായ ഇവനെ തേടിയാണല്ലോ ഫ്രാൻസിൽ നിന്ന്, ചൈനയിൽ നിന്ന് ഒരു കാമുകിയെത്തുന്നത്. അപ്പൊ ഇവര് പരിചയപ്പെട്ടത് ചാറ്റിങ്ങിലൂടെയാണ്. അവസാനം മഹല്ലുകാര് കുഴങ്ങിപ്പോയി. എങ്ങനെ കല്യാണം നടത്തി കൊടുക്കും? അവസാനമാണ് മുസ്ലിമാക്കി ഈ ബധിരനും മൂകനുമായ ഇവനെ അവൾ വിസയെടുത്ത് കൊണ്ടുപോകുമ്പോ നോക്കൂ, നിങ്ങൾ സ്വന്തം ഉമ്മാനെ ഇന്ന് മക്കൾക്കറിയില്ല, ഉപ്പാനെ അറിയില്ല, അകലെയുള്ളവരറിയുന്നു. ഖിയാമത്തിന്റെ അടയാളമാണ്. നിബിധങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരാനുണ്ട്, അകൽച്ച ഉണ്ടാകുന്നതാണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഏതോ ദൂരത്തുള്ള ഫ്രണ്ടാണ് ഇവന്റെ ഫ്രണ്ട്, ഏതോ ലോകത്തിലുള്ള പെണ്ണാണ് ഇവന്റെ ഫ്രണ്ട്. വീട്ടിലുള്ള ഉമ്മാന്റെ സങ്കടം അവനറിയുന്നില്ല. എത്രയോ മാതാപിതാക്കന്മാരെ പുറംകാര് കൊണ്ട് ചവിട്ടുന്ന മുതലാളിമാരുണ്ട്. വാക്ക ഉമ്മ. ഇങ്ങനെയാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മൂന്ന് സുഖം നമുക്ക് തന്നാൽ അതിനങ്ങ് കഴിയണ്ട. ഏത് സാഹചര്യം മോശമായാലും ശരി സഹോദര, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. റബ്ബിന് വേണ്ടി നീക്കി വെച്ചോ. അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾ മദീനയിലെ ഖബറിസ്ഥാൻ സിയാറത്ത്